സ്റ്റൈലിന്റെ ബേസിൽ കമ്മ്യൂണിക്കേഷനെ നമുക്ക് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നും രണ്ടായി തരംതിരിക്കാൻ പറ്റും. അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 1-2-1-2 അത് 11ാമത്തെ പേജ്. അതിൻ്റെ അകത്ത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ സ്റ്റൈൽ ആൻഡ് പർപ്പസ്, ശൈലി, അതിൻ്റെ ഉദ്ദേശം, ഇത് രണ്ടിനെയും അടിസ്ഥാനമാക്കിയിട്ട് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. അത് ഫോർമൽ ആവാം അല്ലെങ്കിൽ ഇൻഫോർമൽ ആവാം. ഫോർമൽ ഓർ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഈസ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ വിച്ച് അതിൽ ദി എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഈസ് ഡൺ. ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നത് പിന്നെ സാധ്യമാക്കുന്നത് ത്രൂ അതിലൂടെ ദ പ്രീ ഡിഫൈൻഡ് ചാനൽസ്, നമ്മൾ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച ചാനലിലൂടെ ആണ്. അതായത് യോഗത്തിലൂടെ, മീറ്റിങ്ങിലൂടെ, കത്തിലൂടെ അല്ലെങ്കിൽ ഫോൺ വിളിയിലൂടെ. അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. ഇറ്റ് ഈസ് റിജിഡ്. അത് കുറച്ച് ഉറച്ചതായിരിക്കും. എന്ന് വെച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റില്ല. അയവില്ലാത്ത എന്നാണ് റിജിഡ് എന്നുള്ളതിൻ്റെ അർത്ഥം. റിജിഡ്. പിന്നെ സിസ്റ്റമാറ്റിക്, അത് ചിട്ടയായിരിക്കും. പാസസ് ത്രൂ ഡിഫറെന്റ് സ്റ്റേജസ്, അത് പല സ്റ്റേജിലൂടെയും കടന്നു പോകും. അതുപോലെ തന്നെ ആൻഡ് ഈ സ്ലോ, അത് മിക്കവാറും സ്ലോ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അതായത് കുറച്ച് ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ഒക്കെ കിട്ടാൻ കുറച്ച് വൈകുമെന്നർത്ഥം. അതാണ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രത്യേകത. ഇറ്റ് വുഡ് പ്രൊഡ്യൂസ് ഡോക്യുമെന്റഡ് റെക്കോർഡ്സ്. ഇത് മിക്കവാറും ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷന്റെ അവസാനം ഡോക്യുമെന്റഡ് റെക്കോർഡ്സ് അത് ഉണ്ടാക്കും, പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ക്യാൻ ബി ട്രാക്ക്ഡ് അറ്റ് എ ലേറ്റർ ടൈം. അതും വെച്ചിട്ട് നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ ഡോക്യുമെന്റ് ഏതാ, കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ കമ്മ്യൂണിക്കേഷൻ എന്താ എന്നുള്ള തരത്തിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, അതിനെ ട്രേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബാക്കിലേക്ക് നോക്കാൻ പറ്റും ഇഫ് നെസസറി, ആവശ്യമാണെങ്കിൽ. ഫോർ എക്സാമ്പിൾ, ഉദാഹരണമായിട്ട്, ഇഫ് എ വർക്കർ ഇൻ എ ഫേം വാണ്ട്സ് ടു കൺവേ സംതിങ് ടു ദ മാനേജിംഗ് ഡയറക്ടർ. മാനേജിംഗ് ഡയറക്ടറോട് ഒരു തൊഴിലാളി എന്തെങ്കിലും ഒരു കാര്യം കൺവേ ചെയ്യാൻ, കൈമാറാൻ അല്ലെങ്കിൽ ആശയവിനിമയം നടത്താൻ ആഗ്രഹിക്കുന്നു. ഷീ ഹാസ് ടു ഫോളോ ദ പ്രോട്ടോകോൾ ആൻഡ് ഗോ ത്രൂ ദ പ്രോപ്പർ ചാനൽ. അങ്ങനെ ചെയ്യണമെങ്കിൽ അത് ത്രൂ പ്രോപ്പർ ചാനലിലേ അത് ചെയ്യാൻ പറ്റൂ. നേരെ അവരുടെ വീട്ടിൽ കയറി ചെന്നിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അവര് വഴി നടക്കുമ്പോൾ പറയാൻ പറ്റില്ല. അതിനൊരു ഫോം ഉണ്ട്, അപ്ലിക്കേഷൻ ഫോം. അതിലൊരു നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന രീതിയുണ്ട്, അതിൽ വെക്കേണ്ട വാക്കുകൾക്ക് ഒരു ചിട്ടയുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്. പാസിംഗ് ത്രൂ വേരിയസ് ലെവൽസ്. ഇറ്റ് ക്യാൻ ബി വെർട്ടിക്കൽ. ഇനി ചില സമയത്ത് ആ കമ്മ്യൂണിക്കേഷന്റെ പോക്ക് എന്ന് പറയുന്നത് ചിലപ്പം താഴെ നിന്ന് നേരെ മുകളിലേക്കായിരിക്കും, വെർട്ടിക്കൽ. ഫ്ലാറ്റിന്റെ രൂപമാണ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. ഫ്ലോസ് ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ ലെവൽസ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ അസിസ്റ്റന്റിന് കൊടുക്കും, അസിസ്റ്റന്റ് അത് അടുത്ത സീനിയറിന് കൊടുക്കും, സീനിയർ അത് അതിന്റെ സീനിയർ മാനേജർക്ക് കൊടുക്കും. അങ്ങനെ മുകളിലേക്ക് പോകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, അതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ചില സമയത്ത് അത് ഹൊറിസോണ്ടൽ ആയിരിക്കും. ഇൻഫർമേഷൻ ഫ്ലോ ഈസ് ബിറ്റ്വീൻ സിമിലർ ലെവൽസ്. ഇപ്പൊ ഇവിടുന്ന് നമ്മൾ നമ്മുടെ തൊട്ടടുത്ത സീറ്റിലേക്ക് കൊടുക്കും, അടുത്ത സീറ്റിലേക്ക് കൊടുക്കും, അങ്ങനെ ആവാം. പിന്നെ ചില സമയത്ത് ഡയഗണൽ, അത് ഇരുവശങ്ങളിലേക്കും അല്ലെങ്കിൽ രണ്ട് കോണിലേക്കും അങ്ങനെയാവാം. അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ മേലേക്കാവാം, അല്ലെങ്കിൽ നേരെയാവാം, അല്ലെങ്കിൽ പല കോണിലാവാം. ലെറ്റ് us ഡിസ്കസ് വിത്ത് ആൻ എക്സാമ്പിൾ. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് പറയാം. ഇൻ എ സ്കൂൾ, ഒരു സ്കൂളിൽ എ സ്റ്റുഡന്റ് ഹാസ് ആൻ ഇഷ്യൂ, ഒരു കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട്. ഹി അല്ലെങ്കിൽ ഷീ ഡിസ്കസസ് ഇറ്റ് വിത്ത് ഹിസ് ഓർ ഹെർ ഫ്രണ്ട്സ് ആൻഡ് ഡിസൈഡ്സ് ടു റേസ് ഇറ്റ് ടു ദ ക്ലാസ് മോണിറ്റർ ഫസ്റ്റ്. അപ്പൊ ആദ്യം ആ കുട്ടി ക്ലാസ് മോണിറ്ററെ, ക്ലാസ് ലീഡർ നമുക്ക് പറയാൻ പാടില്ല, ക്ലാസ് ലീഡറിനെ പിന്നെ അത് ഇൻഫോം ചെയ്യുന്നു. ഹു വുഡ് ടേക്ക് ഇറ്റ് ടു ദ ട്യൂട്ടർ. ക്ലാസ് ലീഡർ അത് ട്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് ടീച്ചറിന്, ക്ലാസ് ലീഡർ ക്ലാസ് ടീച്ചറിന് കൊടുക്കുന്നു. ദ ഇഷ്യൂ ഈ ഫൗണ്ട് ജെനുയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് വുഡ് ബി ബ്രോട്ട് ടു ദ പ്രിൻസിപ്പൽസ് അറ്റൻഷൻ ഇൻ എ സ്റ്റാഫ് മീറ്റിംഗ്. അത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ അത് സ്റ്റാഫ് മീറ്റിംഗിലേക്ക് പോകുന്നു. പ്രിൻസിപ്പൾ അത് അവിടെ ഡിസ്കസ് ചെയ്യുന്നു. പ്രിൻസിപ്പൾ വുഡ് അഡ്രസ് ദ ഇഷ്യൂ, ടേക്ക് നെസസറി steps, and if there is a change in policy, let the students and teachers know it during the assembly. Principal അത് അസംബ്ലിയിൽ വേണമെങ്കിൽ അത് അഡ്രസ് ചെയ്യും ഈ കാര്യങ്ങൾ. The first stage where the student discussed it with his peers is an example of horizontal flow of information. കുട്ടി അത് ആദ്യം തന്നെ അവരുടെ ഇടയിലുള്ള സുഹൃത്തുക്കളോട് പറയുകയാണെങ്കിൽ അതിന് നമുക്കൊരു ഹൊറിസോണ്ടൽ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയാം. ഹൊറിസോണ്ടൽ. The flow of information from the class monitor to the principal follows a vertical path. അത് താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയാണ്. അപ്പം ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക്
ഒന്നുകിൽ ഹൊറിസോണ്ടൽ ആവാം അല്ലെങ്കിൽ വെർട്ടിക്കൽ ആവാം. പ്രിൻസിപ്പൽ ഡയറക്ട്ലി അഡ്രസ്സിംഗ് ദ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡയഗണൽ ഫ്ലോ. അപ്പോൾ ആദ്യം മുകളിലേക്ക് പോയി, പിന്നെ പ്രിൻസിപ്പൽ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പൊ അത് നമുക്ക് ആ ഡയഗണൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ ഒന്നുകിൽ മുകളിലേക്ക് പോയത് തന്നെ താഴേക്ക് കൊണ്ടുവന്നു. അതാണ് ഡയഗണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻ വിച്ച് ദ ഇന്റർചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഡസ് നോട്ട് ഫോളോ എനി ചാനൽസ്. അതായത് ദ കമ്മ്യൂണിക്കേഷൻ സ്ട്രെച്ചസ് ഇൻ ഓൾ ഡിറക്ഷൻസ്. എല്ലാ തലങ്ങളിലേക്കും മൂവ് ചെയ്യാവുന്ന, മാറ്റാവുന്ന അല്ലെങ്കിൽ വലിച്ചു നീട്ടാവുന്ന ഒരു കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഓറൽ ആൻഡ് ഫ്ലെക്സിബിൾ. ഈ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് അധികവും ഓറൽ, നമ്മൾ വായ കൊണ്ട് പറയുന്നത്, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹായ്, ഓക്കെ പറയാം, ഫ്ലെക്സിബിൾ ആണ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ മോസ്റ്റ്ലി ഹാപ്പൻസ് എമംഗ് പേഴ്സൺസ് ഓഫ് ദ സെയിം ലെവൽ. അപ്പോൾ നമ്മുടെ അതേ നിലവാരത്തിലുള്ള, നമ്മുടെ അതേ ഗ്രേഡിലുള്ള ആളുകളോടാണ് നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ മിക്കവാറും നടത്തുക. വേറൊരാളോട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് സ്പോണ്ടാനിയസ് ആൻഡ് ഫാസ്റ്റ്. അത് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതുപോലെ തന്നെ അത് വളരെ വേഗത്തിലും നടക്കും. ഇറ്റ് റിക്വേഴ്സ് നോ പ്രീ ഡിഫൈൻഡ് ചാനൽ. അതിനൊരു പ്രത്യേക ചാനലൊന്നും ആവശ്യമില്ല. നമ്മൾ എഴുതിയൊന്നും കൊടുക്കണ്ട, നമ്മൾ പ്രത്യേകിച്ചായിട്ട് അങ്ങനെ അഭിസംബോധന ചെയ്യേണ്ട, അങ്ങനെയൊന്നും വേണ്ട. ഫോർ ഇൻസ്റ്റൻസ്, ഉദാഹരണത്തിന് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഫ്രണ്ട്സ് അറ്റ് വർക്ക് പ്ലേസ് ഡ്യൂറിങ് എ കോഫി ബ്രേക്ക് ഈസ് ഇൻഫോർമൽ. ഒരു ഫ്രണ്ട്സ് വർക്ക് പ്ലേസിൽ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് നടത്തുന്നത്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ഫോർമൽ ആണെങ്കിലും അവർ ചായ കുടിക്കാൻ വരുന്ന സമയത്ത് അവർ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടോട്ടലി ഇൻഫോർമൽ ആയിരിക്കും. ഇനി ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്, ഒരു കമ്മ്യൂണിക്കേഷനിൽ ഇൻവോൾവ് ചെയ്ത ആളുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഉള്ളിൽ നമ്മളോട് തന്നെ പറയുന്ന ആത്മകഥ എന്നൊക്കെ പറയില്ലേ, അതാണ് ഇൻട്രാ പേഴ്സണൽ. ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിച്ച് ടേക്സ് പ്ലേസ് വിത്തിൻ വൺ സെൽഫ്. ഒരാൾ തന്നെ പറയുന്നു. ഓൺലി വൺ പേഴ്സൺ ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എ പേഴ്സൺ റിമെമ്പറിംഗ് സംതിങ് ആൻഡ് എക്സ്പീരിയൻസിങ് ഇമോഷൻ ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഒരു ദുഃഖം അനുഭവിക്കുന്ന, ഒരു വികാരാധീനതനാവുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഇതിൽ ഉദാഹരിക്കാം. ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ഹെൽപ്പ് ഇൻ സെൽഫ് ഇവോൾവ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ് എക്സെട്ര. നമ്മൾ നമ്മുടെ സ്ട്രെസ് ഒക്കെ റിലീവ് ചെയ്യാനും മാറ്റിയെടുക്കാനൊക്കെ തന്നെ ഇത്തരം കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ശ്രമിക്കുന്നത്. അതെന്താണ്, ഇതെന്താണ്, നമ്മൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കുന്നു. പിന്നെ ഉള്ളതാണ് ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ. രണ്ടുപേര്, ആദ്യം ഇൻട്രാപേഴ്സണൽ, പിന്നെ ഡയാഡിക്, രണ്ടുപേര് തമ്മിലുള്ള സംഭാഷണം. ഇറ്റ് ഈസ് ദാറ്റ് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിച്ച് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ടു പേഴ്സൺസ്. രണ്ടാളുകൾക്കിടയിൽ നടക്കുന്ന. ദ പൊസിഷൻസ് ഓഫ് ദ സോഴ്സ് ആൻഡ് ദ റിസീവർ ആർ ഇന്റർചേഞ്ച്ഡ് ഡ്യൂ ടു ദ ഡൈനാമിക് നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ചിലപ്പോൾ ഇയാൾ പറയുന്നത് ഇയാൾ കൂടുതൽ പറയും, അല്ലെങ്കിൽ മറ്റേ കൂടുതൽ പറയും. ചിലപ്പോൾ അയാൾ ഇവിടുന്ന് പറയും, മറ്റേ അവിടുന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെ സോഴ്സ്, അതിന്റെ റിസീവർ, സെൻഡർ ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. രണ്ടാളാവുമ്പോൾ ചിലപ്പോൾ അയാൾ കൂടുതൽ പറയും, മറ്റേ കുറച്ച് പറയും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഫീഡ്ബാക്സ് ബിക്കം മെസ്സേജസ് അപ്പോൺ വിച്ച് ഫർദർ കമ്മ്യൂണിക്കേഷൻ ഈസ് ബിൽഡ്. നമ്മൾ പറയുന്നതിന് മറ്റേ മറുപടി പറയുന്നതോടുകൂടി വീണ്ടും കമ്മ്യൂണിക്കേഷൻ അത് ബ്രേക്ക് ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ് ക്യാൻ ബി അൺഇൻറ്റൻഷണൽ ആൻഡ് അൺപ്രീമെഡിറ്റേറ്റഡ്. അതായത് ഇത് കരുതിക്കൂട്ടി, പ്രീമെഡിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ കരുതിക്കൂട്ടി ചെയ്യുന്ന ഒരു കുറ്റകൃത്യമൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രീമെഡിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ കരുതിക്കൂട്ടി ചെയ്യുന്ന. അൺപ്രീമെഡിറ്റേറ്റഡ്, അത് അങ്ങനെ കരുതിക്കൂട്ടി അല്ലാതെ നടക്കുന്ന ഒരു സംഭാഷണമായിരിക്കും. ഇറ്റ് നീഡ് നോട്ട് ഓൾവേസ് ബി ഇൻ ദ ഫോം ഓഫ് സ്പീച്ച്. നമ്മൾ സംസാരം തന്നെ ആവണമെന്നില്ല. ജസ്റ്റർ, എക്സ്പ്രഷൻസ്, അപ്പിയറൻസ്. അപ്പൊ നമ്മുടെ അപ്പിയറൻസ്, നമ്മളെ മറ്റുള്ളവർ ദർശിക്കുമ്പോൾ ഉണ്ടാവുന്ന, നമ്മൾ ഒരു എന്തെങ്കിലും കാണിക്കുമ്പോഴുണ്ടാവുന്ന എക്സ്പ്രഷൻ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ആംഗ്യത്തിലൂടെ കാണിക്കുന്ന ഒക്കെ തന്നെ ഈ ഡയാഡിക് കമ്മ്യൂണിക്കേഷന് എൻ്റെ ഉദാഹരണമായിട്ട് വരും. എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ ഈസ് എ ഫ്രണ്ട്ലി ടെലിഫോൺ കോൾ ബിറ്റ്വീൻ യുവർ ഫ്രണ്ട് ആൻഡ് യു. നിങ്ങളൊരു ഫ്രണ്ടിന് ഫോൺ ചെയ്ത് സംസാരിക്കുന്നത് ഡയാഡിക് കമ്മ്യൂണിക്കേഷന്റെ ഗണത്തിൽ വരുന്നു. അടുത്ത സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഇൻവോൾവ്സ് മോർ ദാൻ 2 participants. ഒരു ചെറിയ ഗ്രൂപ്പിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി. An example of this type of communication is a group meeting that takes place in an office. ഒരു ഓഫീസിൽ നടക്കുന്ന
ഒരു ചെറിയ മീറ്റിംഗ് നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. അതൊരു സ്മാൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഉദാഹരണമാണ്. ഇറ്റ് ക്യാൻ ബി ഫോമൽ ഓർ ഇൻഫോമൽ. അത് ഫോമൽ ആവാം, ഇൻഫോമൽ ആവാം. ഇപ്പം നമ്മളൊരു വളരെ ചിട്ടയായ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു പിന്നെ പ്രിൻസിപ്പളും എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു രംഗം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടറൊക്കെ ഒരുമിച്ചിരിക്കുന്ന രംഗം, ഒരു ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷൻ, അവിടെ എല്ലാവരും തന്നെ ഒരുമിച്ചിരിക്കുന്നു. അവിടെ ഒരു ഒരു ഫോർമാലിറ്റി അവിടെ പാലിക്കുന്നില്ല, പക്ഷേ ഒരു ഒഫീഷ്യൽ ഫംഗ്ഷൻ ആണ് താനും. അപ്പൊ അങ്ങനത്തെ കേസിലൊക്കെ തന്നെ സ്മാൾ ഗ്രൂപ്പ് ഒഫീഷ്യൽ ആവാം അല്ലെങ്കിൽ ഇൻഫോർമൽ ആവാം, ഡിപ്പെൻഡിങ് ഓൺ ദ സർക്കംസ്റ്റാൻസസ്. അത് ആ ഒരു കാര്യത്തെ, ആ ഒരു സാഹചര്യത്തെ അനുസരിച്ചിരിക്കും. ഇൻഫർമേഷൻ ഷെയർഡ് വുഡ് ബി ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ഓർ ടു അച്ചീവ് എ കോമൺ ഗോൾ. അവിടെ നമ്മൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് ഒരു പൊതുവായ താല്പര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ പൊതുവായ കാര്യം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി, ആർജിക്കുന്നതിന് വേണ്ടി, കിട്ടുന്നതിന് വേണ്ടി. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ബിസിനസ്. ബിസിനസ്സിലൊക്കെ തന്നെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആസ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്. ഒരു തീരുമാനം എടുക്കാനുള്ള നമ്മുടെ ആ ഒരു കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ബിസിനസ്സിലൊക്കെ തന്നെ. ജനറേഷൻ ഓഫ് ഐഡിയാസ്, പുതിയ ഐഡിയാസ് നിർമ്മിക്കാൻ. ഷെയറിംഗ് ഓഫ് ഫീലിങ്സ്, നമുക്കുണ്ടായിട്ടുള്ള ഫീലിങ്സ് ഒക്കെ ഷെയർ ചെയ്യാൻ. അതായത് പിന്നെ എന്തുകൊണ്ട് അവിടെ അത് സംഭവിച്ചു, എന്തുകൊണ്ട് ഇവിടെ സംഭവിച്ചു, എന്തുകൊണ്ട് ആ പ്രൊഡക്റ്റ് അവിടെ വിറ്റില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യുന്നത് സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. പിന്നെ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ, നാലാമത്. ഇറ്റ് ഈസ് വൺ ഇൻ വിച്ച് മെസ്സേജസ് ഫ്രം എ സിംഗിൾ സോഴ്സ് വിൽ ബി റിസീവ്ഡ് ബൈ മെനി പീപ്പിൾ. അതാണ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, എ പബ്ലിക് സ്പീച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു നേതാവിന്റെ പ്രസംഗം, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ പ്രസംഗം, കരിയർ ഗൈഡൻസിന്റെ പ്രസംഗം, അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളൊക്കെ തന്നെ പബ്ലിക് സ്പീച്ച് ആയിട്ട് വരും. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് സ്പീക്കിംഗ്. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ മേ ബി എംപ്ലോയിഡ് ഫോർ പർപ്പസസ് ഇൻക്ലൂഡിംഗ് ബട്ട് നോട്ട് ലിമിറ്റഡ് ടു എഡ്യൂക്കേഷൻ ആവാം, അതിന്റെ വിഷയം എന്റർടൈൻമെന്റ് ആവാം, വിനോദമാകാം, ബിൽഡിംഗ് റിലേഷൻഷിപ്സ്, നിങ്ങൾ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങൾ വർദ്ധിപ്പിക്കാനാവാം, ക്രിയേറ്റിംഗ് കണക്ഷൻസ്, കൂടുതൽ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കാനാവാം. ഇപ്പൊ ഗ്രൂപ്പ്സ് ഒക്കെ അല്ലേ, പഴയ SLC ബാച്ച്, അല്ലെങ്കിൽ അതുപോലെ തന്നെ സാമുദായിക കൂട്ടായ്മകൾ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ റെസിഡൻഷ്യൽ അസോസിയേഷൻസ്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് ഈ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ചേരാം. പബ്ലിക് കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാം. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് പബ്ലിക് റിലേഷൻസ് ടു. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ട്. പബ്ലിക് റിലേഷൻ, നമ്മുടെ സ്ഥാപനം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം, അല്ലെങ്കിൽ നമ്മുടെ സംഘടന പബ്ലിക്കുമായിട്ട് നമ്മൾ നടത്തുന്ന സമ്പർക്കത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ അഞ്ചാമത് മാസ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വെയർ there is a huge number of audience who cannot be grouped together. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് ഓഡിയൻസ് ഉണ്ടാവും, അവരെ നമുക്ക് ഒരേ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല. ഹു കനോട്ട് ബി ഗ്രൂപ്പ്ഡ് ടുഗദർ, അവർ ഒരുമിച്ചാക്കാൻ പറ്റില്ല. കാരണം അവർ പലതരക്കാർ, പല ഏജിൽപ്പെട്ടവർ, പല വിദ്യാഭ്യാസ നിലവാരമുള്ളവർ, പല പ്രദേശത്ത് താമസിക്കുന്നവർ, പല ചിന്തകളുള്ളവരായിരിക്കും. ആൻഡ് ഹെൻസ് ടെക്നോളജി ഈസ് യൂസ്ഡ് ആസ് എ മീഡിയം ടു റീച്ച് ദം. അപ്പൊ അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം ഉണ്ടെങ്കിൽ അതിനെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് റേഡിയോ ഒരു ഉദാഹരണമാണ്, പത്രം ഉദാഹരണമാണ്, ടെലിവിഷൻ ചാനൽസ് ഒരു ഉദാഹരണമാണ്. അതൊക്കെ മാസ് കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് വരുന്നതാണ്. റേഡിയോ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദിസ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദർ ഇസ് നോ സ്കോപ്പ് ഫോർ ഫീഡ്ബാക്ക് ഇൻ ദിസ് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആസ് ഇറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ ടെക്നോളജി. ഇപ്പൊ നമുക്ക് സാധാരണ റേഡിയോനോട് അങ്ങോട്ട് പറയാൻ പറ്റില്ല. TV ആണെങ്കിലും പരിമിതമായിട്ട് അങ്ങോട്ട് പറയാൻ പറ്റില്ല. അവർ വിളിച്ചിരിക്കുന്നവരോട്, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വിളിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത. കാരണം അത് ലാർജ് ഓഡിയൻസിനെ അഡ്രസ് ചെയ്യുന്നു.